സമകാലികം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സമൂഹത്തിൽ ആരോഗ്യകരമായ ജീവിതശൈലിയോടുള്ള ആഭിമുഖ്യം വർദ്ധിച്ചിരിക്കുന്നതായി കാണാം. ഡയറ്റ്, വർക്കൗട്ട്, സപ്ലിമെന്റ് എന്നീ വാക്കുകൾ സോഷ്യൽ മീഡിയയിലും നമ്മുടെ നിത്യ സംഭാഷണങ്ങളിലുമെല്ലാം ഏറെ പ്രയോഗിക്കപ്പെട്ടു വരുന്നു. എന്നിരുന്നാലും ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന മട്ടിൽ ഇരുധ്രുവങ്ങളിലുള്ള നിലപാടുകൾ സമൂഹത്തിൽ കാണാൻ സാധിക്കും. കാര്യമായ ഭക്ഷണ നിയന്ത്രണങ്ങളോ വ്യായാമമോ ഇല്ലാതെ ജീവിതശൈലി രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ധാരാളം പേരുണ്ട്. മറ്റു ചിലരാകട്ടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അല്പം ഓവറാക്കുന്നവരാണ്. വണ്ണം കുറയ്ക്കാനും മസിൽ പെരുപ്പിക്കാനുമായി സപ്ലിമെന്റുകൾ കഴിച്ച് കഠിന വ്യായാമ മുറകൾ അനുഷ്ഠിച്ച് അപകടങ്ങളിൽ ചാടുന്നു. കളിക്കളങ്ങളിലും ജിമ്മുകളിലും ആരോഗ്യമുള്ള ചെറുപ്പക്കാർ കുഴഞ്ഞു വീഴുന്നത് സംബന്ധിച്ച വാർത്തകൾ നാം കേൾക്കുന്നുണ്ട് അടുത്തിടെയായി. എന്തായിരിക്കാം ഇതിനു പിന്നിൽ? ആരോഗ്യത്തിന് തകരാറുകളുള്ളവർ അതിന്റെ വിശദ വിവരങ്ങളും ചികിത്സാ ചരിത്രവും ജിമ്മിൽ ചേരുന്ന സമയത്ത് തന്നെ പരിശീലകനെ അറിയിക്കേണ്ടതാണ്. ആരോഗ്യ സംരക്ഷണം യുവാക്കളിൽ നല്ല രീതിയിൽ ട്രെൻഡിങ് ആണ്. പക്ഷേ നമുക്കൊരു 20 വയസ്സ് 18 വയസ്സിലേക്ക് കടക്കുമ്പോൾ അത് വളരെയധികം കുറവാണ്. അതിനുശേഷമുള്ള ഒരു പ്രായത്തിൽ 25-30 കാറ്റഗറിയിലൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസിന്റെ പ്രതിനിധി ആദിത്യനാഥ് സുരേന്ദ്രൻ: ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിലെ വർക്കിംഗ് കൂടുകയാണ്, കുറച്ച് ലോഡ് കൂടുതലാണ് വരുന്നത്. അപ്പൊ നമ്മള് പൊതുവെ പറയുന്നത് പോലെ കൂടുതൽ ഓടുന്ന വണ്ടിക്ക് തേയ്മാനങ്ങൾ കൂടും, അപ്പോൾ ഗ്രീസ് ഓയിലൊക്കെ കൊടുക്കണ്ടേ. അതുപോലെയാണ് ഈ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം ജിമ്മിൽ പോയി കൂടുതൽ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കും 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കും ഒരേപോലെ എല്ലാ സപ്ലിമെന്റേഷൻ. ഇനി ഒരാൾ ബെഞ്ച് പ്രസ് 10 കിലോ ചെയ്യുന്ന ആളുണ്ടാവും, അയാളുടെ ഉദ്ദേശം വേറെ ആയിരിക്കും. എന്നാൽ ഒരു ബോഡി ബിൽഡർ അതൊരു 100-150 കിലോ പൊന്തിക്കും. അപ്പൊ രണ്ടുപേർക്കും കഴിക്കേണ്ട പ്രോട്ടീനിലും ബാക്കി സപ്ലിമെന്റ്സ് ആയിട്ടുള്ള ക്രിയേറ്റിനോ ഗ്ലൂട്ടാമിനോ ഇനി വൈറ്റമിൻസ് മിനറൽസിലും ഒക്കെ അളവിൽ വ്യത്യാസമുണ്ട്. അത് കൃത്യമായി നോക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഏത് ആവശ്യമുണ്ടോ അതനുസരിച്ച് ഒരു എക്സ്പെർട്ടിന്റെ അണ്ടറിൽ വേണം ഇതെല്ലാം കഴിക്കാനായിട്ട്. അത് അയാളുടെ ഫാറ്റ് ലോസ് ആണോ, മെയിന്റനൻസ് ആണോ, അതോ മസിൽ ഗെയിൻ ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കണമെങ്കിൽ അറിവുള്ള ഒരാൾ വേണം. ഇപ്പൊ പൊതുവെ ജിമ്മിലെ ട്രെയിനേഴ്സ് എല്ലാം ഇന്റർനാഷണലി സർട്ടിഫൈഡ് കോഴ്സുകൾ പഠിച്ച് അതിൽ ന്യൂട്രീഷനും ഒക്കെ ബേസിക് ആയിട്ടുള്ളതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും പഠിച്ചുകൊണ്ടുള്ള ആളുകളാണ്. അവർക്കെല്ലാം ഇത് നോക്കി കൊടുക്കാനുള്ള അറിവുണ്ട്. അവരെല്ലാം കലോറി കാൽക്കുലേറ്റ് ചെയ്ത് ഡയറ്റും പ്രോട്ടീൻ എല്ലാം സജസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു പരിധിവരെ സേഫ് ആണ്. ഒരു സർട്ടിഫൈഡ് ട്രെയിനർ തന്നെ ധാരാളമാണ് വേ പ്രോട്ടീൻ ഒക്കെ സജസ്റ്റ് ചെയ്യാൻ. ഒരു ന്യൂട്രീഷനിസ്റ്റും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയി എന്നുള്ളൂ. ഇപ്പൊ ജിമ്മിൽ പോകുന്നതിനേക്കാൾ മുമ്പ് ആദ്യം തന്നെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ മിനിമം ECG BP എങ്കിലും ചെക്ക് ചെയ്ത് ഒന്ന് ചെല്ലണം. അതിനുശേഷം നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ ട്രെയിനറോട് അറിയിച്ചതിന് ശേഷം ഇങ്ങനെയുണ്ട്, നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ സർജറി ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലങ്സിന് ആസ്മ പേഷ്യന്റ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ പൊതുവെ ജിമ്മുകളിലെല്ലാം BP നോക്കുന്ന മെഷീനൊക്കെ ഉണ്ട്. ചെറിയൊരു ബേസിക് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് എല്ലായിടത്തും എടുക്കുന്നത്. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആണ്, നമുക്ക് ജിമ്മിൽ പോയി എന്തും ചെയ്യാനായിട്ടുള്ള ഒരു ബോഡി ഉണ്ടെന്ന് ഓക്കെയാണ്. അത് ചെക്ക് ചെയ്യാതെ അത് നോക്കാതെ നമ്മൾ ചെല്ലുമ്പോഴാണ് ഇപ്പോൾ BP ഉള്ള ആളോ ECGയിൽ വേരിയേഷനോ അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ ആയിട്ട് അത് പറയാതെയോ അല്ലെങ്കിൽ ട്രെയിനറിന് അറിവില്ലാതെ അത് ചോദിക്കാതെയോ അദ്ദേഹത്തിന് പറ്റാത്ത രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതൊരു റീസൺ ആയിരിക്കും. അംഗീകൃത പരിശീലകരുടെ നിർദ്ദേശപ്രകാരം അല്ലാതെയുള്ള വ്യായാമ രീതികളും സപ്ലിമെന്റുകളും നന്നല്ല. രണ്ടാമത്തെ റീസൺ ആണ് ഇപ്പോഴുള്ള ആളുകൾ യൂട്യൂബിലൊക്കെ നോക്കി വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പൊ ആർക്കും ജിമ്മിലുള്ള ട്രെയിനേഴ്സിന് ഇപ്പോൾ ഇന്റർനെറ്റിൽ ഇത്ര അധികം ഡാറ്റ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ ചുറ്റുള്ള ആരും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഡോക്ടറെ അടുത്ത് പോയി ഒരു അസുഖത്തിന് മരുന്ന് എഴുതി അപ്പൊ തന്നെ നമ്മൾ ചെയ്യുന്നത് ഡയഗ്നോസിസ് ചെയ്തതും ഈ ഡോക്ടർ പറഞ്ഞത് ശരി തന്നെയാണോ, ChatGPT പറയുന്നതാണ് നമ്മൾ കൂടുതലും വിശ്വസിക്കുന്നത്. ഡോക്ടർക്ക് തെറ്റാന്ന് വരെ ചിന്തിക്കുന്ന ഒരു കാലം. അതുകൊണ്ട് ഇന്റർനെറ്റിൽ നിന്നുള്ള വർക്കൗട്ട് ഷെഡ്യൂളുകളും ഇതിൽ നമ്മൾ കാണുന്ന മിസ്റ്റർ വേൾഡ് അത്തരത്തിലുള്ള ആളുകളുടെ വർക്കൗട്ടുകളൊക്കെ അവർ വീഡിയോയിൽ ഇടുന്നെല്ലാം കണ്ട് ഒരു ട്രെയിനറോട് ചോദിക്കാതെ ഇയാൾക്ക് അറിവില്ല, എന്റെ അടുത്ത് യൂട്യൂബിൽ ഇന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്, ആള് കാണിച്ച് ഇതാണ് എന്ന് മനസ്സിലാക്കി അത് വന്ന് ഒറ്റയ്ക്ക് ജിമ്മിൽ തെറ്റായി ചെയ്യുകയും കൃത്യമായി വാമപ്പ് ഇല്ലാതെ അത് ട്രെയിനറുടെ ഗൈഡൻസിലല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പലയിടത്തൊന്നും കണ്ടും കേട്ടും വർക്കൗട്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഒരു കാരണം. അപ്പൊ ഇവർക്ക് അറിയില്ല എത്ര കപ്പാസിറ്റിയിൽ ആദ്യം ചെയ്യണം, എങ്ങനെ ഭക്ഷണം എന്നുള്ളതെല്ലാം. അത് ഒരു ഇന്റർനെറ്റിൽ നിന്ന് സ്വയം സെൽഫ് കോച്ചായി മാറുക. അതാണ് രണ്ടാമത്തെ റീസൺ ആയിട്ട് വരിക. മൂന്നാമത്തെയാണ് ഭക്ഷണവും വെള്ളവുമായി ബന്ധപ്പെട്ടാണ്. കൃത്യമായി ഭക്ഷണം ഒന്നും കഴിക്കാതെ വളരെ എക്സ്ട്രീം ലെവലിൽ ഡയറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കുക എന്നുള്ളൊരു ചിന്ത. പട്ടിണി കിടന്നിട്ടല്ല ഒരിക്കലും വണ്ണം കുറയ്ക്കേണ്ടത്. 4-6 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാം. കലോറി ഡെഫിസിറ്റ് നമുക്ക് കലോറി കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണത്. പക്ഷെ അതറിയാതെ എങ്ങനെയെങ്കിലും പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാന്ന് കരുതി രാവിലെയും ഭക്ഷണം ഒന്നും കഴിക്കാതെ നടക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരെ പോലെയുള്ളവർ വൈകുന്നേരമൊക്കെ ജിമ്മിൽ വന്ന് 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് ഉറപ്പായിട്ട് അവരുടെ എനർജി ഡൗൺ ആയി അവർ തലകറങ്ങിയൊക്കെ വീഴാം. അതുപോലെയാണ് ഹൈഡ്രേഷൻ, വെള്ളം കൂടി കുറഞ്ഞിട്ട്. ഇപ്പോൾ ചൂടുകാലം കൂടിയാണ്, ഒരുപാട് വെള്ളം കുടിക്കണം. ബോഡിയിലെ സോഡിയം പൊട്ടാസ്യം എല്ലാം വേർത്ത് പോയിക്കൊണ്ടിരിക്കും.
ശ്രദ്ധിക്കണം. അപ്പൊ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിലേക്കും ബാക്കി എല്ലാ മസിലുകളിലേക്കും എല്ലാ സപ്ലൈ ഒക്കെ കുറഞ്ഞ് അങ്ങനെ നമുക്ക് തലറങ്ങി വീണൊക്കെ അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളതാണ് ഓവർ ട്രെയിനിങ്ങോട് കൂടിയൊക്കെ ആയിട്ട് നമ്മൾ ഒരു ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ നമ്മുടെ ബോഡിയെ മനസ്സിലാക്കാതെ പ്രത്യേക ഒരു ഹെവി മോട്ടിവേഷൻ വന്നുകൊണ്ട് നമുക്കിപ്പോ ജിമ്മില് ഫങ്ഷണൽ ട്രെയിനിങ് കാർഡിയോ ആക്ടിവിറ്റികളൊക്കെ ഉണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് ക്ഷീണമാണ് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാക്കാതെ വളരെയധികം ഓവറായി ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ബോഡിയിലെ ഹീറ്റൊക്കെ കൂടി ബുദ്ധിമുട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു നല്ലൊരു ഗൈഡൻസിന്റെ അണ്ടറിൽ പോവാത്തതിന്റെ വിഷയങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആരോഗ്യകരമായ ജീവിതശൈലിയുടെ അവിഭാജ്യ ഘടകമാണ് വ്യായാമം. അത് ചെയ്യുന്ന രീതിയിലെ പിഴവുകളാണ് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുന്നത്. വ്യായാമം തുടങ്ങുന്നതിനു മുൻപ് കൃത്യമായ വൈദ്യപരിശോധനകൾ നടത്തുക എന്നത് ഓരോരുത്തരുടെയും കടമയാണ്. ശരീരത്തിന്റെ പരിധികൾ തിരിച്ചറിഞ്ഞും വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചും വേണം കഠിനമായ വർക്കൗട്ടുകളിൽ ഏർപ്പെടാൻ. സ്വന്തം ശരീരത്തിന്റെ പരിമിതികൾ തിരിച്ചറിയാതെ അമിതാവേശം കാട്ടുന്നത് നന്നല്ല. അംഗീകൃത പരിശീലകരുടെ ഉപദേശപ്രകാരമുള്ള ശാസ്ത്രീയമായ വ്യായാമ മുറകളാണ് വേണ്ടത്. ബോധവൽക്കരണത്തിലൂടെയും മുൻകരുതലിലൂടെയും ജിമ്മുകളിലും മറ്റും സംഭവിക്കുന്ന ഇത്തരം ആകസ്മിക മരണങ്ങൾ തടയാൻ നമുക്ക് സാധിക്കും. അമിതമായാൽ അമൃതും വിഷമെന്ന പഴമൊഴി വ്യായാമത്തിന്റെ